ജലസേചന നിർമ്മിതികൾ. ജലസേചന നിർമ്മിതികളും അതിൻ്റെ ആവശ്യകതകളെയും കുറിച്ചുള്ള ഒരു ആമുഖമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിളകളുടെ വളർച്ചയ്ക്കായി കൃത്രിമമായി ജലം വിതരണം ചെയ്യുന്ന പ്രവൃത്തിയെയാണ് നമ്മൾ ജലസേചനം എന്ന് വിളിക്കുന്നത്. പ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിൽ കൃത്യമായ ആസൂത്രണവും രൂപരേഖയോടും കൂടി ശാസ്ത്രീയമായി നടപ്പിലാക്കേണ്ട ഒന്നാണ് ഈ ജലസേചനം. ജലസേചനത്തിനായിട്ട് പ്രകൃതിയാലുള്ള ജലസ്രോതസ്സുകളിൽ ഡാമും റിസർവോയറുകളും കനാലുകളും നിർമ്മിച്ച് ജലത്തെ നിയന്ത്രിക്കുകയും കൃഷിയിടത്തിലേക്ക് വിതരണം ചെയ്യുകയുമാണ് ചെയ്യുന്നത്. ഇനി ജലസേചനത്തിൻ്റെ ആവശ്യകതകൾ എന്തെല്ലാമെന്ന് നോക്കാം. ഭാരതം ഒരു കാർഷിക രാജ്യമാണ്. ഭാരതത്തിൻ്റെ വരുമാനം കൃഷിയിൽ നിന്നുള്ള ഉത്പാദനത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃഷിയുടെ ഉത്പാദനം കൂട്ടേണ്ടത് വളരെ അത്യാവശ്യമായ ഒന്നാണ്. കൃഷിക്ക് വളരെ അത്യാവശ്യം വേണ്ട ഒന്നാണ് ജലം. ഒരു ചെടിയുടെ വളർച്ചയ്ക്ക് ജലം വളരെ അത്യാവശ്യമാണ്. ചെടികളുടെ വളർച്ചയ്ക്കുള്ള ജലം മഴയിലൂടെയാണ് കൂടുതലും ലഭിക്കുന്നത്. എന്നാൽ ചില പ്രത്യേക സ്ഥലങ്ങളിൽ ആവശ്യത്തിന് മഴ ലഭിക്കാറില്ല. ഒരു വിളയ്ക്ക് ആവശ്യത്തിനുള്ള മഴ ലഭിക്കാത്ത സ്ഥലങ്ങളിൽ കൃത്രിമമായിട്ട് ജലം നൽകേണ്ടി വരും. ഇതിനായി ജലസേചനത്തിനുള്ള നിർമ്മിതികൾ മഴ കൂടുതലുള്ള സ്ഥലങ്ങളിൽ നടത്തുകയും അവിടെ നിന്ന് ജലത്തിന് അഭാവമുള്ള സ്ഥലങ്ങളിലോട്ട് എത്തിക്കുകയും ചെയ്യുന്നു. ഭാരതത്തിൽ കൂടുതലും ഈ രീതിയിലുള്ള ജലസേചന നിർമ്മിതികളാണ് ഉള്ളത്. അതിനൊരു ഉദാഹരണമാണ് രാജസ്ഥാൻ കനാൽ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കനാലാണ്. 650 കിലോമീറ്റർ നീളമുണ്ട്. രാജസ്ഥാനിലെ വരണ്ട പ്രദേശങ്ങളിലോട്ട് ജലം എത്തിക്കാൻ വേണ്ടിയാണ് ഈ കനാൽ ഉപയോഗിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ നോക്കിയാൽ ഒരു വിളയുടെ കാലയളവിൽ ഒരേപോലെ മഴ ലഭിക്കാറില്ല. ചിലപ്പോൾ വിള നടുന്ന ആദ്യ സമയത്ത് മഴ കാണുകയും അവസാനത്തെ സമയത്ത് മഴ കാണാതെ വരികയും ചെയ്യുന്നു. ഇത് വിളവ് കുറയാൻ കാരണമാകും. പരമാവധി വിളവ് ലഭിക്കുന്നതിന് കൃത്യമായ അളവിൽ കൃത്യമായ സമയത്ത് ജലം എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട്. ശാസ്ത്രീയമായ ജലസമ്പ്രദായത്തോടെ മാത്രമേ ഇത് സാധ്യമാവൂ. അതായത് മഴ കൂടുന്ന സമയത്ത് ജലം സംഭരിക്കുകയും ചെടിക്ക് ആവശ്യമായ സമയത്ത് അവ വിതരണം ചെയ്യുകയും ചെയ്യണം. വിളകളെ പ്രധാനമായും രണ്ടായി തരംതിരിക്കാൻ കഴിയും. ഖാരിഫ് ക്രോപ്സ് എന്നും റാബി ക്രോപ്സ് എന്നും. ഖാരിഫ് വിളകളെന്ന് പറഞ്ഞാൽ മഴക്കാലത്തിൻ്റെ തുടക്കത്തിൽ കൃഷി ഇറക്കുന്ന വിളകളാണ് ഖാരിഫ് ക്രോപ്സ് എന്ന് പറയുന്നത്. ഇത് കൂടുതലും ഏപ്രിൽ മെയ് മാസങ്ങളിലായിരിക്കും വിളവിറക്കുന്നത്. ഇതിന് നമുക്ക് അമിതമായി വെള്ളം കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. പ്രധാനമായും അരി, ചോളം, സോയാബീൻ ഇതെല്ലാമാണ് ഖാരിഫ് വിളകളിൽ പെടുന്നത്. റാബി വിളകളെന്ന് പറഞ്ഞാൽ മഴക്കാലത്തിൻ്റെ അവസാനത്തിലും തണുപ്പ് കാലത്തിൻ്റെ തുടക്കത്തിലുമായിട്ട് കൃഷി ഇറക്കുന്ന വിളകളാണ് റാബി വിളകളെന്ന് പറയുന്നത്. അതിനുദാഹരണം ഗോതമ്പ്, ബാർലി, ഓട്സ് ഇതെല്ലാം റാബി വിളകളാണ്. കൃത്യമായ രീതിയിലുള്ള ജലസേചന സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയാൽ ഖാരിഫ് വിളകളെയും റാബി വിളകളെയും നമുക്ക് ഒരേ സ്ഥലത്ത് തന്നെ കൃഷി ചെയ്യാൻ സാധിക്കും. ഒരു വർഷത്തിൽ മുഴുവനായും ജലസേചനം ആവശ്യമായ വിളകളാണ് പെരിന്നിയൽ വിളകൾ. അതിനുദാഹരണമാണ് കരിമ്പ് കൃഷി. ആധുനികമായ രീതിയിൽ ജലസേചനം നടത്തുന്നത് കൊണ്ടുള്ള ഗുണമേന്മകൾ എന്തെല്ലാമെന്ന് നോക്കാം. ജലസേചനത്തിലൂടെ ഒരു ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യത്തിനുള്ള ഈർപ്പം ലഭിക്കുന്നു. ചില സ്ഥലങ്ങളിൽ വളരെ ചെറിയ കാലയളവുകളിൽ വരൾച്ച ഉണ്ടാകുന്നുണ്ട്. അവിടെ ചെടികളെ ഉണങ്ങാതെ സംരക്ഷിക്കാൻ ജലസേചനം സഹായിക്കും. മണ്ണിനെയും അന്തരീക്ഷത്തെയും തണുപ്പിക്കുന്നത് വഴി ചെടിയുടെ ആരോഗ്യപരമായ വളർച്ചയ്ക്കും സഹായിക്കുന്നു. ഇത് മണ്ണിലടങ്ങിയിട്ടുള്ള ലവണങ്ങളെ ലയിപ്പിക്കുകയും ചെയ്യുന്നു. ജലസേചനം വഴി സോയിൽ പൈപ്പിംഗ് പോലുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ പറ്റും. ഭൂമിയുടെ ഉപരിതലത്തിനടിയിലൂടെ വെള്ളം ഒഴുകുമ്പോൾ ആണ് പൈപ്പിംഗ് ഉണ്ടാകുന്നത്. ആദ്യം ചെറിയ സുഷിരങ്ങളായി ആരംഭിക്കുകയും പിന്നീട് അത് വർദ്ധിച്ച മണ്ണൊലിപ്പ് കൊണ്ട് വലുതാവുകയും ചെയ്യും. ഇനി ശാസ്ത്രീയമായ ജലസേചനത്തിൻ്റെ സാധ്യതകൾ എന്തെല്ലാമെന്ന് നോക്കാം. ജലസേചനത്തിൻ്റെ സാധ്യതകൾ മണ്ണിലേക്ക് വെള്ളം പ്രയോഗിക്കുന്നത് മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടില്ല. ജലസേചനത്തിൻ്റെ സാധ്യതകളെ 2 തലങ്ങളായിട്ട് നമുക്ക് തിരിക്കാം. അതിനൊരു നിർമ്മാണ വശവും കാർഷിക വശവും ഉണ്ട്. നിർമ്മാണ വശത്തിൻ്റെ ആദ്യഘട്ടം ഒരു നദിക്ക് കുറുകെ ഡാം നിർമ്മിക്കുക എന്നതാണ്. അതുവഴി ഒരു ജലസംഭരണി ഉണ്ടാവുകയും ജലം അതിൽ സംഭരിക്കാൻ സാധിക്കുന്നു. അനുയോജ്യമായ രീതികൾ ഇവയെ വഴിതിരിച്ച് കനാലുകളിൽ എത്തിക്കുന്നു. കാർഷിക മേഖലയിലേക്ക് വഴിതിരിച്ച ജലം
അനുയോജ്യമായ ചില വിതരണ സമ്പ്രദായത്തിലൂടെ കാർഷിക മേഖലകളിലേക്ക് എത്തുന്നു. പദ്ധതി വലുതാണെങ്കിൽ വിതരണ സംവിധാനത്തിൽ 2ഓ അതിലധികമോ പ്രധാന കനാലുകൾ കാണും. അതിനാൽ രണ്ടാം ഘട്ടത്തിൽ അനുയോജ്യമായ കനാൽ സംവിധാനത്തിൻ്റെ രൂപകൽപ്പനയും നിർമ്മാണവും ഉൾപ്പെടുന്നു. ഭൂരിഭാഗം ജലസേചന പദ്ധതികളും ജലവൈദ്യുത പദ്ധതിയായാണ് ഉപയോഗിക്കുന്നത്. കാർഷിക ഭാഗം നോക്കിയാൽ ഓരോ കാർഷിക വിളകളെപ്പറ്റിയും ശാസ്ത്രീയമായി പഠിക്കേണ്ടതുണ്ട്. ഓരോ കാർഷിക വിളകൾക്കും അതിനാവശ്യമായ രീതിയിൽ കൃത്യമായ ഇടവേളകളിൽ ജലസേചനം നൽകേണ്ടതുണ്ട്. ഓരോ കൃഷിയിടങ്ങളിലും വ്യത്യസ്ത തരത്തിലുള്ള മണ്ണിനങ്ങളാണുള്ളത്. അപ്പോൾ മണ്ണിനങ്ങളെ പറ്റിയും പഠിക്കേണ്ടതായിട്ടുണ്ട്. വ്യത്യസ്തങ്ങളായ മണ്ണുകളുടെ ശേഷിയും ആ മണ്ണിലൂടെയുള്ള ജലത്തിൻ്റെ പ്രവാഹവും മനസ്സിലാക്കണം. മലിനമാക്കപ്പെട്ടതും ക്ഷാരഗുണവുമായിട്ടുള്ള ഭൂമിയെ വീണ്ടെടുക്കാൻ കഴിയുന്നതും ശാസ്ത്രീയമായ ജലസേചനത്തിൻ്റെ സാധ്യതകളാണ്. ഇനി ജലസേചനത്തിൻ്റെ കുറച്ച് ദോഷവശങ്ങൾ നോക്കാം. അശാസ്ത്രീയമായ രീതിയിൽ ജലസേചനം നടത്തുന്നത് വഴി വെള്ളക്കെട്ടുണ്ടാവാനും അതുവഴി കൊതുകുകൾ പെരുകാനും ഇടയാകും. ഭൂഗർഭ ജലനിരപ്പ് ഉപരിതലത്തോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലത്താണെങ്കിൽ അമിതമായ ജലസേചനം അവിടെ വെള്ളക്കെട്ടുകൾ ഉണ്ടാകാൻ കാരണമാകും.